ഹായ് ഫ്രണ്ട്സ്, വേഗത്തിൽ എങ്ങനെ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതിന് ചില ട്രിക്സ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ 5 എന്ന സംഖ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് വേഗത്തിൽ എങ്ങനെ കടന്നു ചെല്ലാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ഗെറ്റ് സ്മാർട്ട്, വാച്ച് ആൻഡ് ലേൺ. ഹായ്, മത്സര പരീക്ഷകളിൽ നമ്മൾ ചില ചോദ്യങ്ങൾ ചെയ്തു വരുമ്പോൾ 5 കൊണ്ട് ഗുണിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന് സാധാരണ നമ്മൾ ചെയ്യുന്നത് 5 കൊണ്ട് എഴുതി ഗുണിക്കുകയാണ്. എന്നാൽ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ ഞൊടിയിടയിൽ അതിൻ്റെ ഉത്തരത്തിലെത്താൻ കഴിയുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ 5 കൊണ്ട് ഗുണിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഞൊടിയിടയിൽ ഉത്തരത്തിലെത്താനുള്ള വിദ്യ എന്താണെന്ന് നമുക്കിവിടെ ഈ വീഡിയോയിൽ പരിചയപ്പെടാം. 5 കൊണ്ട് ഗുണിക്കേണ്ടി വരുന്ന സംഖ്യ അത് ഒരൊറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് നോക്കണം. ഇരട്ട സംഖ്യയാണെങ്കിൽ എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ഉദാഹരണത്തിന് 88 എന്ന സംഖ്യ എടുക്കാം. 88 ഈ സംഖ്യയാണ് നമുക്ക് 5 കൊണ്ട് ഗുണിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് ഇതാണ്: ആ സംഖ്യയുടെ പകുതി എടുക്കുക. 88 ആകുമ്പോൾ 44. അതിനോടൊപ്പം ഒരു 0 കൂടി എഴുതി ചേർക്കുക, 440. അപ്പം 88 × 5 നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ ഉത്തരം 440 എന്ന് വരും. ഒരു ഉദാഹരണം കൂടെ നോക്കാം. 46 എന്ന സംഖ്യയാണ് 5 കൊണ്ട് ഗുണിക്കേണ്ടതെങ്കിൽ 46 ഒരു ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ടാണ് 46 എന്ന സംഖ്യ 5 കൊണ്ട് ഗുണിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നത്. 46ൻ്റെ പകുതി 23 എടുക്കുക, അതിനോടൊപ്പം ഒരു 0 കൂടി ചേർത്ത് എഴുതുക. അപ്പോൾ ഉത്തരമായി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 5 കൊണ്ട് ഗുണിക്കേണ്ടി വരുന്ന സംഖ്യ ഒരൊറ്റ സംഖ്യയാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ആ സംഖ്യയുടെ തൊട്ട് മുമ്പിലത്തെ സംഖ്യയുടെ പകുതി എടുക്കുക, അതിനോടൊപ്പം ഒരു 5 കൂടി ചേർത്ത് എഴുതുക. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് 47 എന്ന സംഖ്യ എടുക്കാം. 47 എന്ന സംഖ്യ ഒരൊറ്റ സംഖ്യയാണ്. അപ്പം നമ്മൾ ആ 47ന് തൊട്ട് മുമ്പിലത്തെ സംഖ്യയാണ് എടുക്കേണ്ടത്, 46. അതിൻ്റെ പകുതി കാണണം, 23. അതിനോടൊപ്പം ഒരു 5 ചേർക്കേണ്ടത്, 0 അല്ല. അപ്പം 47 തൊട്ട് മുമ്പിലത്തെ 46, അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 23 വരും. അതിനോടൊപ്പം 5 ചേർത്ത് എഴുതുക. ഒരു ഉദാഹരണം നോക്കാം. 17 ഒരു ഒറ്റ സംഖ്യയാണ്. ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ സംഖ്യ 16ആണ്. 16ൻ്റെ പകുതി 8 എടുക്കുക, 8നോടൊപ്പം ഒരു 5 ചേർത്ത് എഴുതുക. സിമ്പിൾ. ഇത്തരത്തിലാണ്. അപ്പോൾ നമുക്കൊരു സംഖ്യ കാണുമ്പോൾ തന്നെ അതിനെ 5 കൊണ്ട് ഗുണിച്ചാൽ എന്താണ് ഉത്തരം കിട്ടുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കും. 5 കൊണ്ടുള്ള ഹരണം എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം. അതും ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ നേരെ ഇരട്ടി എടുക്കുക, എന്നിട്ട് ഒരു ഡെസിമൽ സ്ഥാനം മാറ്റി കുത്തിട്ടാൽ ഉത്തരമായി. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് 73 എന്ന സംഖ്യയെ നമുക്ക് 5 കൊണ്ട് ഹരിക്കണമെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ 73ൻ്റെ ഇരട്ടി എടുക്കുക. 73ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 146ആണ്. 146ൻ്റെ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ 14.6 ഉത്തരമായി. പെട്ടെന്ന് തന്നെ 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം കൂടെ നോക്കാം. 92 നമുക്ക് 5 കൊണ്ട് ഹരിക്കേണ്ട ഒരു സംഖ്യയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എങ്ങനെ എടുക്കാം? 92ൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ 184 എന്ന് വരും. എന്നിട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിടുക, 18.4. ഒന്നുകൂടെ നോക്കാം. 117 എന്ന സംഖ്യ നമുക്ക് 5 കൊണ്ട് ഹരിക്കേണ്ടതായിട്ട് വന്നാൽ 117ൻ്റെ ഇരട്ടി എടുക്കുക, 234 വരും. 234 അതിനകത്ത് നിന്ന് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ട് 23.4. 5 കൊണ്ട് ഹരിക്കുന്നതിന് നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാം. പെട്ടെന്ന് തന്നെ ഉത്തരത്തിലെത്താം. മത്സര പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു മേഖലയാണല്ലോ ക്ലോക്ക്. ക്ലോക്കിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുണ്ടാക്കുന്ന കോണളവ് കണ്ടുപിടിക്കാനുള്ളതാണ്. ആ ചോദ്യത്തിൽ നമുക്ക് ഈ 5നെ ഉപയോഗപ്പെടുത്തി ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ പെട്ടെന്ന്, എല്ലാ സമയങ്ങൾക്കും കഴിയില്ല, ചില സമയങ്ങൾ നമുക്ക് 5നെ ഉപയോഗപ്പെടുത്തി ഉത്തരത്തിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് ഈ ബോർഡിൽ കിടക്കുന്നത്. നമുക്ക് നോക്കാം. സമയം 7:35 മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഇതിൻ്റെ ഉത്തരം 7:35 നോക്കി തന്നെ നമുക്ക് എഴുതാം, 17.5. ഇതെങ്ങനെയാണ് എഴുതിയതെന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന സമയത്തിൻ്റെ ഇടതുവശത്തെ സമയത്തെ അല്ലെങ്കിൽ സംഖ്യയെ 5 കൊണ്ട് ഗുണിച്ചാൽ വലതുവശത്തെ സമയം അല്ലെങ്കിൽ സംഖ്യ കിട്ടുമെങ്കിൽ നമുക്ക് അത്തരം സമയങ്ങളിലൊക്കെ ഉപയോഗിക്കേണ്ട രീതിയാണിത്. ആ വലത് സൈഡിലെ സമയത്തിൻ്റെ പകുതി എടുത്താൽ ഉത്തരമായി. അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന സമയത്തിൻ്റെ വലത് സൈഡിലെ സംഖ്യയുടെ പകുതിയാണ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുണ്ടാക്കുന്ന കോണളവ്. ഈ 7:35 എന്ന് പറയുന്നത് 7 × 5 ആണ് 35. അപ്പോൾ നമുക്കത് ഇവിടെ ഉപയോഗിക്കാം. 35ൻ്റെ പകുതിയായ 17.5. ഇതുപോലുള്ള സമയങ്ങൾ ക്ലോക്കിൽ ധാരാളമുണ്ട്. അതേതൊക്കെയാണ് എന്ന് നോക്കാം.
ഈ സമയങ്ങൾക്കെല്ലാം ഇത് ബാധകമാണ്. കാരണം 1 × 5 ആണ് 5, 2 × 5 ആണ് 10, 3 × 5 15, 4 20, 5 25, 6 30, 6 7 35, 8 40, 9 45, 10 50, 11 55. ഈ സമയങ്ങൾക്കെല്ലാം നമുക്ക് ഈ വലത് സൈഡിലെ സംഖ്യയുടെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഇടത് സൈഡിലെ സംഖ്യ 5 കൊണ്ട് ഗുണിച്ചാൽ വലത് സൈഡിലെ സംഖ്യ കിട്ടുമോ എന്ന് നോക്കണം. അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ വലത് സൈഡിലെ സംഖ്യയുടെ പകുതി എടുത്ത് ഉത്തരം എഴുതി പെട്ടെന്ന് പോവാം. അങ്ങനെ അല്ലാത്ത കേസുകൾ വരുമല്ലോ. അതായത് ഈ ഇടത് സൈഡിലെ സംഖ്യ 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരമായിരിക്കില്ല വലത് സൈഡിൽ വരുന്നത്. അങ്ങനെയുള്ള കണക്കുകൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ഇപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഇതുകൂടെ നോക്കാം. ഇപ്പോൾ 1 5 ആണെങ്കിൽ അതിൻ്റെ ആൻസർ 2.5 ഡിഗ്രി എന്ന് വരും. 2 10-ൻ്റെത് 5 ഡിഗ്രി, 3 15 ആകുമ്പം 7.5 ഡിഗ്രി, 4 20-ൻ്റെ ആണ് ക്രോണളവ് ചോദിക്കുന്നതെങ്കിൽ 10 ഡിഗ്രി, 5 25 ആകുമ്പോഴോ 12.5 ഡിഗ്രി, 6 30 ആകുമ്പോൾ 15 ഡിഗ്രി, 7 35 ആണെങ്കിലോ 17.5 ഡിഗ്രി, ഇതാകുമ്പം 20 ഡിഗ്രി, ഇതാകുമ്പം 22.5 ഡിഗ്രി, ഇതാകുമ്പം 25 ഡിഗ്രി, ഇതാകുമ്പം 27.5 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാ ആൻസർ നമുക്ക് ഒറ്റയടിക്ക് എഴുതാം ഈ ചോദ്യങ്ങൾ ഏതെങ്കിലും വരികയാണെങ്കിൽ. ഈ ചോദ്യമാണോ വന്നിരിക്കുന്നതെന്ന് ഇത് കാണാതെ പഠിച്ച് വെക്കുകയൊന്നും വേണ്ട. ഇടത് സൈഡിലെ സംഖ്യ 5 കൊണ്ട് ഗുണിച്ചാൽ വലത് സൈഡിലെ സംഖ്യ കിട്ടുമോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഉന്നത വിജയങ്ങളിലെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ക്യാച്ച് യു ഓൺ ദ റീബൗണ്ട്.